കൊണ്ടിരുന്നത് ഈ ഇന്ധനം, അതായത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇന്ധനം, വലിയ തോതിലുള്ള ഇന്ധനമാണ് ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയല്ലേ? കാരണം നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാർ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ വിമാനം ഇറക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നത്. ഒന്ന്, വളരെ പെട്ടെന്ന് തന്നെ അപകടം, പ്രത്യക്ഷത്തിൽ ഒരു തകരാറും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 1:38 പറന്നുയർന്ന് 1:39 തന്നെ കൃത്യമായി ATCയിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു പൈലറ്റ്. പക്ഷേ തിരികെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം അപകടത്തിൽ പെടുന്നു. അതുകൊണ്ട് ഇനി നിലവിലുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമാകും. അവസാന നിമിഷങ്ങൾ പൈലറ്റ് സഹ പൈലറ്റിനോട് എന്തു പറഞ്ഞു എന്നുള്ളതനുസരിച്ച് തന്നെ ആയിരിക്കില്ലേ ഈ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക? നമുക്ക് നന്ദനിലേക്ക് ഒന്നുകൂടി പോകാം. നന്ദൻ, നമ്മൾ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കത്തക്ക കണക്കുകൾ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, നേരത്തെ നന്ദൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി ഏത് രീതിയിലാണ് ഇത് വന്നു പതിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ഈ പതിച്ച സ്ഥലം അത് ഡോക്ടേഴ്സ് ഹോസ്റ്റൽ എന്നറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ലഭ്യമാകുന്ന വിവരങ്ങളുണ്ടോ? പ്രദേശവാസികൾ ഈ വന്നു പതിച്ച വിമാനം അപകടത്തിൽപ്പെട്ട് പതിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ കൈമാറുന്നത് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നന്ദൻ? രോഹിണി, BJ മെഡിക്കൽ കോളേജിന്റെ UG ഹോസ്റ്റലിലാണ് ഈ വിമാനം പതിച്ചത് എന്നുള്ളതാണ്. ഹോസ്റ്റലിനുള്ളിൽ ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, അവർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മാത്രമല്ല, സമീപ പ്രദേശത്തുണ്ടായിരുന്ന ചില കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. അതായത് ഈ വിമാനം വന്ന് പതിച്ചതിന് ശേഷം അവിടെ തീ പിടിക്കുകയും ഈ ഫ്ളാറ്റുകൾക്കും, അതായത് ഹോസ്റ്റൽ കെട്ടിടത്തിനും സമീപം ഉണ്ടായിരുന്ന ചില ഫ്ളാറ്റുകൾക്കും അടക്കം തീ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ സമീപത്തെ പ്രധാന റോഡിലേക്ക് പോലും ഈ വിമാനത്തിന്റെ തീ പിടിച്ച അവശിഷ്ടങ്ങൾ വന്നു പതിച്ചു എന്നുള്ളതാണ്. അതായത് റോഡിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ പോലും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് അങ്ങനെ ആ വന്ന് പതിക്കുന്നതും ജനങ്ങൾ ഭീതിയോടുകൂടി ഓടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് വലിയ ഒരു ദൂരപരിധിയിലേക്ക് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വന്നു പതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആ ഒരു ചുറ്റുപാടും ഉള്ള ചെറിയൊരു പ്രദേശത്ത് മാത്രമല്ല, വലിയ ദൂരേക്ക് പോലും ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട്. വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. അതായത് സാധാരണഗതി ഈ വിമാനത്തിന്റെ 2 ചിറകുകളിലാണ് ഇന്ധനം നിറയ്ക്കുന്നത്. 2 ചിറകുകളിലുമായിട്ട് ഏതാണ്ട് 1,26,000-ലധികം ലിറ്റർ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണ് ഇതിനുള്ളത്. അതായത് ഒരു എക്സ്പ്ലോഷൻ സാധാരണഗതിയിൽ. ശരി നന്ദൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഈ രഞ്ജിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നല്ലോ, തുടരാം. രോഹിണി, ഇപ്പോൾ രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ കളക്ടർ മുഖേന ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി തന്നെ ബന്ധുക്കൾക്ക് രഞ്ജിത ഗോപകുമാറിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ലണ്ടനിൽ നേഴ്സായിരുന്നു ഈ രഞ്ജിത, നാട്ടിൽ ഉണ്ടായിരുന്നു, ലണ്ടനിലേക്ക് പോകുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെ വീട്ടിലുണ്ട്. വർഷങ്ങളായി രഞ്ജിതയെ വീടിനെ അടുത്തറിയാവുന്ന ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എത്ര നാളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പുറത്തായിരുന്നു എന്നറിയുന്നു? അതിനുശേഷം വന്നിട്ടിപ്പം UK പോയതാണ്. അതാണ് അറിവ്. നാളുണ്ടായിരുന്നു ഇവിടെ ഇപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ നാട്ടിൽ അവധി കഴിഞ്ഞിട്ട്. ഇന്നലെയാണ് ഇവിടുന്ന് പോയത്, ലണ്ടനിലേക്ക് പോയത്. അതിന് വേറെ സ്ഥലത്തായിരുന്നു ജോലി, അവിടുന്ന് വന്നതിന് ശേഷം പോയത്. ലീവ് പുതുക്കാനായിട്ട് വന്നതാണ്. എൻ്റെ മോടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ബന്ധുവല്ല, ഞങ്ങളുടെ അടുത്ത ബന്ധമാണ്. നമ്മുടെ തൊട്ട് താഴെ എൻ്റെ വീട്. കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ എന്തോ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത്? ബന്ധപ്പെട്ട അവള് ഇങ്ങനെ പോയി ജോലി ചെയ്തു, നല്ല രീതിയിൽ നല്ല കൊച്ചായിരുന്നു അവള്. പുറത്തായിരുന്നോ കൂടുതൽ പഠിത്തത്തിന് ശേഷം? അല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് അവള് പോയി 2-3 ജോലി ചെയ്തു. ഇങ്ങനെ ലീവ് പുതുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നല്ലോ. അങ്ങനെ എത്ര വർഷമായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്നു? എന്തോ എത്ര വർഷമായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്നു? ലണ്ടനിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പോകുമായിരുന്നല്ലോ. അവള് നേരത്തെ ദുബൈയിലായിരുന്നു. വേറെ സ്ഥലത്തായിരുന്നു, ബെർലിൻ കണ്ടല്ലോ, എവിടെ വേറെ സ്ഥലത്താണ്, മസ്കറ്റിലായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലായിരുന്നു. UK ഇപ്പോഴാണ് പോകുന്നത്. മസ്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ലണ്ടനിലേക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും മറ്റും നടത്തുകയായിരുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് എത്തിയതായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. ധാരാളം ആളുകൾ ഈ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ രഞ്ജിതയെ പറ്റി എന്താണ് കൂടുതൽ അറിയുന്നത്?
ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലേക്ക് ഈ രഞ്ജിതയെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ രഞ്ജിത ഈ അപകടത്തിൽപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. പിന്നീട് ആ കുട്ടി ദീർഘകാലമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിൽ ഇടപെടുകയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യുകയും പിന്നീട് UK പോവുകയും ഒക്കെ ചെയ്ത് പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ എല്ലാവരുമായും വളരെ നല്ല ബന്ധവും അടുത്ത ബന്ധവും പുലർത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായാലും അതിൻ്റെ കുടുംബമായാലും എല്ലാവരോടും വളരെ സജീവവും സ്നേഹവുമായി പെരുമാറി ഇടപെടുക എല്ലാവർക്കും ഇഷ്ടമുള്ള നാട്ടിലെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ്. അമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അത് വീട് പണിത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. ആ സമയത്ത് സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് 3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ തൊഴിലിന് ജോയിൻ ചെയ്ത് തിരികെ പോകാനും തിരികെ നാട്ടിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ജോലി ലഭിച്ചു, സർക്കാർ ജോലി ലഭിച്ചു, കുട്ടികളോടൊപ്പം ഇവിടെ കൂടണമെന്ന് ആഗ്രഹിച്ചാണ് തിരിച്ചു